PV അൻവർ ഇന്ന് നിലമ്പൂരിലില്ല. അടുത്ത നീക്കം എന്ത് എന്നതിൽ ആകാംക്ഷ. UDF-ൽ എത്തണമെങ്കിൽ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുക മാത്രം മാർഗം. അൻവറിനെ പിന്തുണച്ച മണ്ഡലത്തിൽ ഫ്ലക്സ് ബോർഡുകൾ. തൃണമൂൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മഞ്ചേരി. അൻവറിന്റെ കാര്യത്തിൽ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുകയാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. PV അൻവറുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് രമേശ് ചെന്നിത്തല ന്യൂസ് 8നോട്. അൻവർ മത്സരിക്കുമെന്ന് കരുതുന്നില്ല. KC വേണുഗോപാൽ മുഖം തിരിച്ചിട്ടില്ല. ലീഗുമായി അഭിപ്രായ ഭിന്നത ഇല്ല എന്നും പ്രതികരണം. നിലമ്പൂരിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തി MV ഗോവിന്ദൻ. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി തോറ്റത് ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ട്. പരാമർശം ദേശാഭിമാനിയിലെ ലേഖനത്തിൽ. VV പ്രകാശിന്റെ മകളുടെ FB പോസ്റ്റ് ഷൗക്കത്തിനെതിരായ ഒളിയം ബന്ധം CPM സംസ്ഥാന സെക്രട്ടറി. മറുപടി പറയാനില്ലെന്ന് ഷൗക്കത്ത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ദിവസമായി കനത്ത മഴയിൽ ഇടുക്കിയിൽ അസാധാരണ സാഹചര്യം. ലഭിച്ചത് 620% മഴ. വട്ടവടയിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. ഡാമുകളിൽ ജലനിരപ്പ് കൂടുന്നു. ഇന്ന് 4 ജില്ലകളിലും നാളെ 6 ജില്ലകളിലും റെഡ് അലർട്ട്. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. മലപ്പുറം കൂരിയാട് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു. ദേശീയപാതയുടെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. വീണ്ടും മണ്ണിടിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞതിന്റെ തൊട്ടടുത്ത്. ദേശീയപാതയിലെ തകർച്ച പഠിക്കാൻ പുതിയ സമിതിയെ നിയോഗിച്ചു കേന്ദ്രം. പാലക്കാട് മണ്ണാക്കാട് ബസ് കയറി യുവതിക്ക് ദാരുണാന്ത്യം. ഡോറിൽ തട്ടിവീണ യുവതിയുടെ മുകളിലൂടെ ബസ് കയറിയിറങ്ങി. മരിച്ചത് മണ്ണൂർ സ്വദേശി പ്രസന്നകുമാരി. മുങ്ങിയ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. തിരുവനന്തപുരം പെരുമാതുറ തീരം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പരന്ന നിലയിൽ. വലിയ തുറയിൽ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും തിരിച്ചറിയാനാവാത്ത വസ്തുക്കളും. തീരവാസികൾ വലിയ ആശങ്കയിൽ. കന്യാകുമാരി തീരത്ത് കുളച്ചിലും കണ്ടെയ്നർ അടിഞ്ഞു. മാനേജറെ തല്ലിയെന്ന ഉണ്ണി മുകുന്ദനെതിരായ പരാതി ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകൾ. തിങ്കളാഴ്ച അമ്മ ഓഫീസിലെത്തണമെന്ന് നിർദ്ദേശം. പരാതിക്കാരൻ വിപിനെയും വിളിപ്പിച്ച് താരസംഘടനയും ഫെഫ്കയും.